ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് പ്രസിഡന്റ് ട്രംപിന്റെ ഗോൾസ് അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇന്ത്യയിൽ അറിയില്ല, യൂറോപ്പിൽ അവർക്കറിയില്ല, ഇറാനിലും GCCയിലും അവർക്കറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മിക്സ്ഡ് സിഗ്നൽസ് നമുക്ക് കിട്ടുന്നു. ഞായറാഴ്ച പറയും ഒരു സെറ്റിൽമെന്റ് വളരെ അടുത്ത് തന്നെ ഉണ്ടാവും, തിങ്കളാഴ്ച പറയും എനിക്ക് യാതൊരു ധൃതിയില്ല, പിന്നെ അതിനുശേഷം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ബന്ദർ അബ്ബാസിലും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോ ഈ മിക്സ് സിഗ്നൽസ് കാരണം നമുക്കറിയില്ല എന്താണ് പ്രസിഡന്റ് ട്രംപ് ശരിയായിട്ട് ആഗ്രഹിക്കുന്നുള്ളത്. പക്ഷെ അതിനേക്കാളും നമ്മളുടെ ഇഗ്നറൻസ് പോട്ടെ, അതിനേക്കാളും കൂടുതൽ ഗുരുതരമായ കാര്യം എന്റെ അഭിപ്രായത്തിൽ പ്രസിഡന്റ് ട്രംപിന് തന്നെ അറിയില്ല അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന്. അതായത് പ്രസിഡന്റ് ട്രംപ് ഈ കാര്യങ്ങൾ കാര്യമായിട്ട് റിഫ്ലക്ട് ചെയ്ത് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിന് അതിനുള്ള ഒന്നില്ലെങ്കിൽ ശേഷിയില്ല, അല്ലെങ്കിൽ അതിനുള്ള പ്രവണതയില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇറാനെ ആക്രമിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ പ്രസിഡന്റ് ട്രംപ് വിചാരിക്കുന്നുണ്ടാവും ഇറാൻ ഒരു വലിയ തിരിച്ചടി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ യുദ്ധം പിന്നെയും തുടങ്ങാം. അപ്പോൾ കോൺഗ്രസിന്റെ സമ്മതം കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണ് അദ്ദേഹം വിചാരിക്കുന്നതെങ്കിൽ അത് വളരെ അപകടകരമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാന് 3-4 ആഴ്ചത്തേക്കോ അതിൽ കൂടുതലോ ചെറുത്തു നോക്കാനുള്ള കഴിവും ഉണ്ട്. തന്നെയുമല്ല, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇറാൻ GCCയിലെ ഓയിൽ ഫെസിലിറ്റീസും വാട്ടർ ഡിസാലിനേഷൻ പ്രോജക്ട്സും തകർക്കും. അത് വലിയ വലിയ നാശമായിരിക്കും. അപ്പോ അതാണോ പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നത്, അതോ ഒരു നെഗോഷിയേറ്റഡ് സൊല്യൂഷൻ ആണോ ഇല്ലെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയില്ല. പിന്നെ വേറെന്നുള്ളത് അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, എനിക്ക് മലയാളം ശരിക്കും കിട്ടുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സൗദി അറേബ്യയിലെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നു. സൗദി അറേബ്യയിലെ പ്രസിഡന്റ് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ അദ്ദേഹം വേറൊരു പോസ്റ്റിൽ പറഞ്ഞു എബ്രഹാം അക്കോർഡ്സിൽ ഖത്തറും ടർക്കിയും ഈജിപ്തും ഒക്കെ ചേരണമെന്ന്. ഈജിപ്ത് എബ്രഹാം അക്കോർഡ്സിന് വളരെ 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 മുമ്പ് ഈജിപ്തും ഇസ്രയേലും തമ്മിൽ നോർമലൈസ് ചെയ്തതാണ്. ടർക്കിയിലും ഒരു ഇസ്രയേലി എംബസി ഉണ്ട്. അപ്പോ ഈ രണ്ട് ദേശങ്ങളും എബ്രഹാം അക്കോർഡ്സിൽ ചേരണമെന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അതിന്റെ അർത്ഥം പ്രസിഡന്റ് ട്രംപിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ അടുത്തൊരു മെഡിക്കൽ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അവര് ഒഫീഷ്യലായിട്ട് പറഞ്ഞത് റുട്ടീനാണെന്നാണ്. പക്ഷെ ഇത് ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഏറ്റവും കൂടുതൽ പവറുള്ള രാഷ്ട്രീയ നേതാവിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ടോ ഇല്ലയോ. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എയർ ഇന്ത്യയും മറ്റവരൊക്കെ ഫ്ലൈറ്റ്സ് കുറയ്ക്കുന്നു. പിന്നെ പെട്രോളിന്റെ വില കൂടെ 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 കൂട്ടുന്നു. അതൊരു ചെറിയ തന്ത്രമാണ്. കാരണം 10 രൂപ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ നല്ലത് ആദ്യം 2 രൂപ, പിന്നെ 2 രൂപ, പിന്നെ 3 രൂപ, പിന്നെ 4 രൂപ, അങ്ങനെയാണ്. ഇതൊരു തന്ത്രം മാത്രമാണ്. പക്ഷേ ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഫെർട്ടിലൈസറിന്റെ പ്രശ്നം ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ എന്താ പറയുക, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥിതിയാണ്. പക്ഷെ എന്നാലും എന്റെ അഭിപ്രായത്തിൽ പ്രസിഡന്റ് ട്രംപിന് ഇത് ഒരുപാട് നാളത്തേക്ക് നീട്ടിവെക്കാൻ സാധിക്കില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഈ പ്രസ്ഥാനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ ഫാമിലി ബിസിനസ് ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിൽ നേടുന്നുണ്ട്. അതായത് ട്രംപ് പ്രസ്താവന പുറപ്പെടുവിക്കുന്നതിനും 5 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന്റെ ഫാമിലി ബിസിനസ് ഓയിൽ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യും. അപ്പൊ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റും പ്രസിഡന്റ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യമായിട്ട് വിലയിരുത്തുന്നത് നിർത്തും. അപ്പൊ അതും ഒരുപാട് നാളത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.